രാധേ രാധേ, ഗുഡ് മോർണിംഗ്. വിവാഹം എന്ന് പറയുന്നത് ഒരു മംഗളകർമ്മമാണെന്ന സത്യം മനസ്സിലാക്കുക. പക്ഷേ നിങ്ങൾ അതിനെ അമംഗളമാക്കിക്കൊണ്ടാണ് നടത്തുന്നത്. അത് തന്നെ നിങ്ങളുടെ വിവാഹ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് മനസ്സിലാക്കുക. വധുവിൻ്റെ വീട്ടിൽ തലേന്ന് നടത്തുന്ന റിസപ്ഷനിൽ എത്ര കോഴികളെയാണ് കൊന്നൊടുക്കുന്നത്. കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസം വരൻ അയാളുടെ വീട്ടിൽ നടത്തുന്ന റിസപ്ഷനിൽ എത്ര കോഴികളെയും ആടുകളെയും മാടുകളെയുമാണ് കൊന്നൊടുക്കുന്നത്. ഓർമ്മിക്കുക, ഈ മരിച്ചു വീഴുന്ന ജീവികളില്ലേ, അവരുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയുകയില്ലേ? അവർ നിങ്ങൾക്ക് സ്വസ്ഥത തരുമോ? ഒരിക്കലുമില്ല. സ്വസ്ഥമായ ഒരു ജീവിതം നിങ്ങൾ നയിക്കാൻ ഈ ജീവികൾ സമ്മതിക്കുകയില്ല. ഓർമ്മിക്കുക, എൻ്റെ ശരീരത്തിലും പുഴുവിൻ്റെ ശരീരത്തിലും ഇരിക്കുന്നത് ഒരേ ആത്മാവാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒരു അപ്പൂപ്പൻ മരിക്കുന്നു, ജ്യോത്സ്യം കവടി വെച്ചിട്ട് പറയത്തില്ലേ, ആത്മാവ് ഗതി കിട്ടാതെ അലയുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നമെന്ന്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ദാമ്പത്യത്തിലെ പ്രശ്നത്തിന്റെ നല്ലൊരു കാരണം നിങ്ങൾ കൊന്നു തള്ളുന്ന ഈ മൃഗങ്ങളാണെന്ന് മനസ്സിലാക്കുക. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അവർക്കെല്ലാം ദാമ്പത്യ ബന്ധം സുഖമാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ഇത് തന്നെയാണ് അതിൻ്റെ കാരണം. ഈ മൃഗങ്ങളെ കൊന്നു തള്ളുന്ന ഒരു സ്വഭാവം, അങ്ങനെ കൊന്ന് ആഘോഷിക്കുന്ന സ്വഭാവം ഹിന്ദുവിൻ്റേതല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നോക്കൂ, നിങ്ങൾക്ക് ഈ റിസപ്ഷൻ എന്തുകൊണ്ട് വെജിറ്റേറിയൻ ആക്കിക്കൂടാ? നോൺ വെജിനേക്കാൾ മനോഹരമാണിത്. ആ റിസപ്ഷന് നിങ്ങൾ ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, പനീർ, ബട്ടർ മസാല, മഷ്റൂം, പെപ്പർ ഫ്രൈ, ഗോബി മഞ്ചൂരി, ആലു ഗോബി, അങ്ങനെ നിങ്ങളുടെ ധനസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് എന്തും നടത്താം. പൊളിയായിരിക്കും. ഓർമ്മിക്കുക, നോൺ വെജ് നടത്തുന്നത് കുറെ പിശുക്കന്മാരാണ്. കാരണം അതിന് പൈസ കുറവാണ്. വെജിറ്റേറിയൻ നടത്തിയാലാണ് പൈസ കൂടുതലാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട രാധയുടെ പ്രേക്ഷകരെ, ഇന്നു തൊട്ട് മാറ്റം നിങ്ങളിൽ നിന്നാകട്ടെ. നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന്റെ തലേന്നൊരു പരീക്ഷണാർത്ഥം നിങ്ങൾ വെജിറ്റേറിയൻ ആക്കി നോക്കൂ. വരുന്നവരെല്ലാം നിങ്ങളെ അഭിനന്ദിക്കും. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു അപ്പവും കിഴങ്ങറിയും കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ ഇതുപോലെ പനീർ, ബട്ടർ മസാലയും മഷ്റൂം, പെപ്പർ ഫ്രൈയും ഒക്കെ വെച്ച് കൊടുത്തു നോക്കൂ. നിങ്ങൾ ഒരുപാട് ജീവികളെ നിങ്ങൾ കൊന്നെടുത്ത് അവരുടെ പ്രാക്ക് വാങ്ങിച്ചുകൊണ്ട് കയറരുതേ. അവർ നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾ വെജിറ്റേറിയൻ ആക്കൂ, റിസപ്ഷൻ വെജിറ്റേറിയൻ ആക്കൂ. ഒരു മംഗളകർമ്മമല്ലേ നടക്കുന്നത്. രാധേ പ്രേക്ഷകരെ, നിങ്ങളിൽ നിന്ന് അതിന് തുടക്കം കുറിക്കട്ടെ. കൊല്ലരുതേ, വിവാഹത്തിന് വേണ്ടി ജീവികളെ കൊല്ലരുതേ. ഗുഡ് മോർണിംഗ്. രാധേ ഓ രാധേ ഓ രാധേ